അപ്പോൾ ഒരു പുതിയ കൺസെപ്റ്റ് അല്ലെങ്കിൽ ടേം ആണ് നമ്മുടെ മോളാർ വോളിയം അറ്റ് STP അല്ലെങ്കിൽ മോളാർ വോളിയം ഓഫ് ദ ഗ്യാസ്. ഇപ്പോൾ രണ്ട് പുതിയ മോളാർ വോളിയം ഓഫ് ഗ്യാസ് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മോളാർ വോളിയം ഓഫ് ദ ഗ്യാസ്? അതായത് പറയുന്നത് ഇപ്പം ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള ഒന്നിൽ കൂടുതൽ ഗ്യാസുകളെ നമ്മളെടുത്ത് വെച്ചേക്കുകയാണ്. അതായത് എൻ്റെ കയ്യിൽ ഒരു 3-4 ജാറുണ്ട്. ഒരു 4 ജാർ ഇരിക്കുകയാണ്. അതിൽ 4 ജാറിലും 4 ഡിഫറൻറ്റ് ഗ്യാസ് ഉണ്ട്. 4 ഡിഫറൻറ്റ് ഗ്യാസാണുള്ളത്. അപ്പം കണ്ടീഷൻ എന്താണ്? എൻ്റെ കയ്യിൽ 4 ഡിഫറൻറ്റ് ഗ്യാസുകൾ ഇരിക്കുന്ന ജാറുണ്ട്. ഈ എല്ലാ ഗ്യാസുകളും, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്യാസുകൾ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഈ 4 ഗ്യാസുകളാണ് എൻ്റെ കയ്യിലെ ജാറിനകത്ത് ഇരിക്കുന്നത്. അതിൽ ഈ 4 ഗ്യാസുകളും ഇരിക്കുന്ന കുപ്പി, അതിനകത്ത് സെയിം ടെമ്പറേച്ചറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതായത് 4 ജാറിലും ഒരേ ടെമ്പറേച്ചറാണ്, ഒരേ പ്രഷറാണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ആ 4 ജാറിലിരിക്കുന്ന ഗ്യാസിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. അതാണ് മോളാർ വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. അതായത് എല്ലാ സ്ഥലത്തും ഈ ഗ്യാസ് വെച്ചേക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ഈ ഗ്യാസുകളെ എല്ലാം നമ്മൾ ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും വെച്ചു. എല്ലാ ഗ്യാസുകളും, അതിന് ഏത് ഗ്യാസും ആയിക്കോട്ടെ, ഏത് എലമെൻറ്റും ആയിക്കോട്ടെ, അവരെല്ലാം നമ്മൾ ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും കീപ്പ് ചെയ്തു. ഒരേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരേ വോളിയം ആയിരിക്കും അക്വയർ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ഈ 4 ജാറുകളിൽ ഞാൻ വെച്ചേക്കുന്ന ഗ്യാസുകൾക്ക് ഒരേ ടെമ്പറേച്ചറും പ്രഷറും ആണ്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ ഗ്യാസ് 5 ലിറ്റർ വോളിയമാണ് അക്യൂർ ചെയ്യുന്നതെങ്കിൽ, ആദ്യത്തെ ഗ്യാസിന് 5 ലിറ്റർ വോളിയമാണ് ഉള്ളതെങ്കിൽ രണ്ടാമത്തേനും മൂന്നാമത്തേനും നാലാമത്തേനും 5 ലിറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് വോളിയം എന്ന് പറയുന്നത്? നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ടെമ്പറേച്ചറും പ്രഷറും എല്ലാ ഗ്യാസിൻ്റെയും സെയിം ആണെങ്കിൽ നമ്മൾ അവിടുത്തെ എല്ലാത്തിൻ്റെയും വോളിയം സെയിം തന്നെ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് മോളാർ വോളിയം ഓഫ് ദ ഗ്യാസ്. ക്ലിയർ ആയിട്ട് ഈ കൺസെപ്റ്റ് കൂടെ തന്നെ എഴുതി പോകണം. മോളാർ വോളിയം എന്ന ഹെഡിങ് കൊടുത്ത് ഈ സെൻറ്റൻസ് അങ്ങ് എഴുതിയാൽ മതി. ബ്ലൂ ബോക്സിൽ കാണുന്നങ്ങ് എഴുതിയാൽ മതി. മോളാർ വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 1 മോൾ ഓഫ് എനി ഗ്യാസ്. അതായത് ഞാൻ ഒരു ഗ്യാസിൻ്റെ 1 മോൾ ഗ്യാസ്, എല്ലാ ഗ്യാസ്, ഏത് ഗ്യാസ് ആയാലും അതിൻ്റെ 1 മോളിന് ഞാൻ എന്ത് ചെയ്യുന്നു? 4 ജാറിലായിട്ട് കീപ്പ് ചെയ്യുന്നു. എല്ലാത്തിലും ഒരേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കൊടുക്കുന്നു. കണ്ടീഷൻസ് എന്താണ്? 1 മോളായിരിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിലും സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആയിരിക്കണം. ഈ 3 കണ്ടീഷനും ഉണ്ടെങ്കിൽ എല്ലാവരും അക്യൂർ ചെയ്യുന്ന വോളിയം സെയിം ആയിരിക്കും. ഇതാണ് മോളാർ വോളിയം ഓഫ് എ ഗ്യാസ്. കൺസെപ്റ്റ് ഞാൻ ക്ലിയർ കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കുക. എന്താണ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്താണ്? അങ്ങനെ ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? 273 കെൽവിൻ ടെമ്പറേച്ചറും 1 ATM പ്രഷറും, ആ ഒരു കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. 273 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 1 ATM പ്രഷർ, ആ ഒരു കണ്ടീഷനാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഏത് ഗ്യാസ് എടുത്താലും 1 മോൾ ഓഫ് ഏത് ഗ്യാസ്, കണ്ടീഷൻ ഉണ്ട്, 1 മോൾ ഏത് ഗ്യാസ് എടുത്താലും അവരുടെ എല്ലാത്തിൻ്റെ വോളിയം സെയിം ആയിരിക്കും. അപ്പം ഞാൻ അതായത് 273 കെൽവിനിൽ ഒരു ATM പ്രഷറിലും ഞാൻ 1 മോൾ നൈട്രജൻ ഗ്യാസിനെ എടുത്തു. അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. ഇനി 273 കെൽവിനിലും 1 ATM പ്രഷറിലും ഞാൻ 1 മോൾ ഓക്സിജൻ എടുത്തു. അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. ഇനി സെയിം കണ്ടീഷൻ 273 കെൽവിൻ ആൻഡ് 1 ATM പ്രഷറിൽ ഞാൻ 1 മോൾ സൾഫർ ഗ്യാസ് എടുത്തു. അതിനും എന്ത് തന്നെയായിരിക്കും? ഈ പറയുന്ന 22.4 ലിറ്റർ ആയിരിക്കും. അതായത് കണ്ടീഷൻ സെയിം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന എല്ലാത്തിൻ്റെയും ഗ്യാസിൻ്റെ വോളിയം STPയിൽ 22.4 ലിറ്റർ എന്ന് തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ മോളാർ വോളിയം അറ്റ് STP. ആ ഡെഫിനിഷൻ കൂടി അങ്ങ് എഴുതിക്കോ. എഴുതി കഴിഞ്ഞിട്ട് ഡെഫിനിഷൻ എഴുതിയിട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഈ പറയുന്ന ഗ്യാസ് വോളിയം ഒരു ബോക്സ് ആക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തിരുന്നാൽ മതി. ഗ്യാസ് വോളിയം 1 മോൾ ഓഫ് ഹൈഡ്രജൻ അറ്റ് STP ഈക്വൽ ടു 22.4 ലിറ്റർ. 1 മോൾ നൈട്രജൻ അറ്റ് STP ഈക്വൽ ടു 22.4 ലിറ്റർ. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP ഈക്വൽ ടു 22.4 ലിറ്റർ. ഇതൊരു എക്സാമ്പിൾ പോലെ താഴെ എഴുതിയാൽ മതി. ബോക്സ് ആക്കണം എന്ന് നിർബന്ധമില്ല, നോട്ടി ഉണ്ടാകണം എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്.
ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ആരൊക്കെയാണ്? നമ്പർ ഓഫ് മോള് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കണം. എന്തിൻ്റെ? 44.8 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നമുക്ക് ആകെ തന്നേക്കുന്ന കാര്യം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇത് തന്നിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ അളവ്, എത്ര വോളിയം ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. 44.8 ലിറ്റർ. ഒരു കാര്യം കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം കൂടി, മോളിക്കുലാർ മാസ് ഓഫ് CO2, അതും കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. മോളിക്കുലാർ മാസ് ഓഫ് CO2. അല്ല, ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. സോറി, മോളിക്കുലാർ മാസിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് അതിവിടെ ആവശ്യമില്ല. സോറി, അതൊന്നും വേണ്ട. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് തന്നേക്കുന്ന കാര്യം ആദ്യമേ എടുത്ത് എഴുതുക. തന്നേക്കുന്ന കാര്യം എന്താണ്? ഗിവൺ വോളിയം. തന്നേക്കുന്നത് വോളിയമാണ്. അപ്പോൾ ഗിവൺ വോളിയം ഈക്വൽ ടു, എത്രയാണ് വോളിയം തന്നേക്കുന്നത്? 44.8 ലിറ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആലോചിച്ച് വേണം അവർ തന്നേക്കുന്ന വോളിയം ഒക്കെ ലിറ്ററിൽ തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യണം. മില്ലി ലിറ്ററിലോ വേറെ യൂണിറ്റിലെങ്ങാനും ആണോ തന്നേക്കുന്നത് ഒന്ന് കൺഫേം ചെയ്യണം. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കി തരാറില്ല. ലിറ്ററിൽ തന്നെ ആയിരിക്കും തന്നേക്കുന്നത്. അപ്പം ഗിവൺ വോളിയം ഉണ്ട്. ഗിവൺ വോളിയം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ വോളിയവും നമ്പർ ഓഫ് മോൾസും ഒക്കെ തമ്മിൽ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഉണ്ട്. വോളിയവും നമ്പർ ഓഫ് മോൾസ് തമ്മിൽ ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു given volume in liter by 22.4 ലിറ്റർ എന്നൊരു ഇക്വേഷൻ പഠിച്ചു. ഈ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് എഴുതിച്ചു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. ഗിവൺ വോളിയം, തന്നേക്കുന്ന വോളിയം എത്രയാണ്? 44.8 ഡിവൈഡഡ് ബൈ തന്നേക്കുന്ന ഗിവൺ, അല്ലെങ്കിൽ എന്താ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇക്വേഷനിലുള്ള വോളിയം 22.4. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാവാം. 22.4 ഇൻറ്റു 2 ആണ് എന്തെന്ന് പറയുന്നത് 44.8. അതായത് 44/8 44.8 ബൈ 22.4 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്ര വരും? 2. അതായത് 2 മോൾ എന്ന് എനിക്കിവിടെ കിട്ടി. ആൻസർ 2 മോൾ. അപ്പോൾ നോക്കിക്കേ, ആ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറായി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. വേറെ ഒന്നുമില്ല, ഗിവൺ വോളിയം തന്നിട്ടുണ്ട്. അതിനെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 44.8 ബൈ 22.4, 2 മോൾ എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ ബാക്കി ചെയ്യാനുള്ള എന്താ? ബാക്കി അവർ ചോദിച്ചേക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നമ്പർ ഓഫ് പാർട്ടിക്കിൾ തന്നെയാണ്. ഈ നമ്പർ ഓഫ് മോൾസും നമ്പർ ഓഫ് മോളിക്യൂളൊക്കെ തമ്മിൽ ഇക്വേഷൻ ഉണ്ടോ? ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾ ബൈ അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ അവഗാഡ്രോ നമ്പർ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതായത് ഇവിടെ ചോദിച്ചേക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടാന്ന് നോക്കണം. അപ്പോൾ ഇക്വേഷൻ ഉണ്ട്. അതായത് ഇവിടെ നിന്ന് നമുക്ക് ആരെ കിട്ടണം? നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കിട്ടണം. അപ്പം ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ അവഗാഡ്രോ നമ്പറിനെ ഇനി മേളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ മേളിൽ കണ്ടുപിടിച്ച് എത്രയെന്ന് കിട്ടി? 2 ഇൻറ്റു അവഗാഡ്രോ നമ്പറിൻ്റെ വാല്യൂ 6.022 ഇൻറ്റു 10⁻23. ഈ ഒരു ടൈപ്പ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ ഇത്? ഓക്കെ, അപ്പം നമുക്ക് ആൻസർ പറഞ്ഞു തുടങ്ങാം. സിമ്പിളാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന കണ്ടോ? ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ ആൻഡ് മാസ് ഓഫ്
44.8 ലിറ്റർ നൈട്രജൻ. ആകെ നമുക്ക് തന്നേക്കുന്ന വോളിയം മാത്രം, ഗിവൺ വോളിയം മാത്രം തന്നിട്ടുണ്ട്. ഗിവൺ വോളിയം 44.8 ലിറ്റർ. നമുക്ക് ആകെ ഈ വോളിയം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്താണ്? വോളിയം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് മോൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചങ്ങ് വെച്ചോളണം. നമ്പർ ഓഫ് മോൾസ് അറിയില്ലെങ്കിൽ കണ്ടുപിടിച്ചങ്ങ് വെച്ചോളണം. അപ്പം നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിഞ്ഞുകൂടാ, കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു given volume by 22.4 ലിറ്റർ. ഗിവൺ വോളിയം തന്നേക്കുന്ന വോളിയം എന്താണ്? 44.8 ആണ്. ഡിവൈഡഡ് ബൈ 22.4. ഉത്തരം എത്ര കിട്ടും? 2 മോളെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. പക്ഷെ നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എല്ലായിടത്തും ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് പാർട്ടല്ല നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യമായി. പക്ഷെ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടില്ലെങ്കിലും എന്തായാലും ഇത് ആൾറെഡി കണ്ടുപിടിക്കേണ്ടതാണ്. ക്വസ്റ്റ്യന് ചോദിച്ചിട്ടില്ലെങ്കിലും നമ്പർ ഓഫ് മോൾസ് അറിഞ്ഞുകൂടെങ്കിൽ കണ്ടുപിടിക്കണം നിർബന്ധമായിട്ടും. അത് വെച്ച് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ഇനി അവർ രണ്ടാമത്തെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ആണ്. അപ്പം ഞാൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഇക്വേഷൻ ഞാൻ ഒറ്റയടിക്ക് പറയണം. നേരത്തെ അപ്പുറത്തുകൊണ്ട് ക്രോസ് ചെയ്യണയൊക്കെ കാണിച്ചു. ഞാൻ അവിടെ അത് പറയാണ്ട് ഒറ്റയടിക്ക് പറയണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു ഇതൊരു ബോക്സിലാക്കി തന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരുന്നാൽ കുറച്ചുകൂടി എളുപ്പമാണ്. എക്സാം ഹാളിൽ ഇരുന്ന് പിന്നെ തിരിച്ച് അപ്പുറത്ത് ബോക്സിൽ ഈക്വൽ ടു സൈൻ്റെ അപ്പുറം കൊണ്ടുപോകുക എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഇവിടെ കണ്ടുപിടിച്ചു. എത്രയാ? 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. ഇനി രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഇതാ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞു. ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് മാസ് ഓഫ് 44.8 ലിറ്റർ നൈട്രജൻ. നമുക്ക് ആരൊക്കെ കിട്ടി? നമുക്ക് കിട്ടിയ ആളിന് നമ്പർ ഓഫ് മോൾസ് കിട്ടി, നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടി. ഇനി മാസ് കണ്ടുപിടിക്കണം. മാസ്. അപ്പം മാസും നമ്പർ ഓഫ് മോൾസും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് നോക്കണം. അപ്പം നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു given mass by molecular mass. ഒരു ഇക്വേഷൻ ആണ്, നമുക്കറിയാം. given mass by molecular mass അല്ലെങ്കിൽ GMM അങ്ങനെ പറഞ്ഞാലും മതി. given mass by molecular mass or GMM. ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. അവിടെ നിന്ന് അവർ ചോദിച്ചേക്കുന്നത് എന്താണ്? given mass എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ അന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇനി മേളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഗിവൺ മാസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു GMM. അപ്പം നമുക്ക് നമ്പർ ഓഫ് മോൾസ് അറിയാം. ക്വസ്റ്റ്യന് നമ്മൾ കണ്ടുപിടിച്ചു 2. നൈട്രജൻ ആണ് ഗ്യാസ്. നൈട്രജൻ്റെ GMM എത്രയാണ്? ഗ്രാം മോളിക്കുലർ മാസ് ക്വസ്റ്റ്യന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കാണാൻ പഠിച്ചു വെക്കണം. നൈട്രജൻ്റെത് 28 ആണ്. 28 ഗ്രാമാണ്. അപ്പം നമുക്ക് ഉത്തരം ഏതിട്ടു? 56 ഗ്രാം. അതായത് നമ്മളെ കയ്യിൽ തന്നേക്കുന്ന 22 ക്വസ്റ്റ്യൻ കണ്ടോ? നമ്മുടെ കയ്യിൽ ആകെ തന്നിട്ടുള്ള എന്താണ്? 44.8 ലിറ്റർ നൈട്രജൻ മാത്രമേ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ 44.8 ലിറ്റർ നൈട്രജൻ തന്നാൽ അതിൽ എന്ത് കാണും? 2 മോൾ കാണും. 2 മോൾ നൈട്രജൻ കാണും. അല്ലെങ്കിൽ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ കാണും. അതുപോലെ 56 ഗ്രാം നൈട്രജൻ കാണും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ചെയ്തു 3 പാർട്ടായിട്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും 3 മാർക്കിന് ചോദിക്കും. പക്ഷെ അവർ കണ്ടുപിടിക്കുക ആരൊക്കെ ചോദിക്കൂ? നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് ഗിവൺ മാസിനെ മാത്രം കണ്ടുപിടിക്കാനേ അവർ ക്വസ്റ്റ്യനിൽ പറയും. പക്ഷെ ആൾറെഡി അവിടെ എന്താണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്ന സംഭവത്തിനെ കണ്ടുപിടിക്കണം. അത് നോൺ ആണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം എങ്കിൽ നമുക്ക് ഒരു 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാൻ പറ്റും. 3 മാർക്ക് കിട്ടും. ഫൈൻഡ്
the volume of 88 gram of carbon dioxide. Find the volume of 88 gram of carbon dioxide. ഇത്ര ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. ഇനി മോളിക്കുലാർ മാസ് ഓഫ് CO2 അതും തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് ഓഫ് gram. ഇതാണ് നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളൊന്ന് ചെയ്തയക്കണം. അപ്പോൾ നിങ്ങൾ